കേരളത്തിലെ പാവപ്പെട്ട സ്ത്രീകൾക്ക് പെൻഷൻ നൽകുന്ന പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപായിരുന്നു. സ്ത്രീ സുരക്ഷാ പദ്ധതി എന്ന പേരിൽ ദരിദ്ര വിഭാഗത്തിൽപ്പെട്ട 35നും 60നും ഇടയ്ക്ക് പ്രായമുള്ള ജോലിയില്ലാത്ത സ്ത്രീകൾക്ക് സാമ്പത്തിക സഹായം എന്ന നിലയ്ക്ക് തൊഴിൽ രഹിത പെൻഷൻ നൽകുന്നതാണ് സ്ത്രീ സുരക്ഷാ പദ്ധതി. പ്രതിമാസം 1000 രൂപയാണ് സർക്കാർ സ്ത്രീകൾക്ക് നൽകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും നടന്നതോടെ ഇതിനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള നടപടികളും സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു. ഓൺലൈനായി ആവശ്യമായ രേഖകൾ സഹിതം അപേക്ഷ നൽകാം. നിലവിൽ മറ്റു സാമൂഹ്യക്ഷേമ പെൻഷൻ സ്വീകരിക്കുന്നയാൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷന് അപേക്ഷിക്കാൻ സാധിക്കില്ല. അതേസമയം തെറ്റായ വിവരങ്ങൾ നൽകി പെൻഷൻ കൈപ്പറ്റിയാൽ 18% പലിശയടക്കം ചേർത്ത് തുക തിരിച്ചുപിടിക്കുമെന്നും സർക്കാർ അറിയിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന് ആർക്കൊക്കെ അപേക്ഷിക്കാം, എങ്ങനെ അപേക്ഷിക്കണം, എന്തെല്ലാം രേഖകളാണ് നൽകേണ്ടത്, അതിൻ്റെ മാനദണ്ഡങ്ങൾ എന്ത് എന്നെല്ലാമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപേക്ഷകൾ ഇന്നു മുതൽ സ്വീകരിച്ചു തുടങ്ങുകയാണ് എന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പെൻഷൻ പദ്ധതികളിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത ട്രാൻസ് വുമൺ അടക്കമുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ സ്ത്രീകൾക്കാണ് സ്ത്രീ സുരക്ഷാ പെൻഷന് അർഹതയുള്ളത്. എല്ലാ മാസവും ഇവർക്ക് 1000 രൂപ സാമ്പത്തിക സഹായം ലഭിക്കും. മഞ്ഞ കാർഡുള്ള AAY ഗുണഭോക്താക്കൾക്കും മുൻഗണനാ വിഭാഗം അഥവാ പിങ്ക് കാർഡുള്ള സ്ത്രീകൾക്കുമാണ് സഹായം ലഭിക്കുക. കേരളത്തിൽ ഇത്തരത്തിലുള്ള 31.34 ലക്ഷം സ്ത്രീകൾക്ക് ഈ പദ്ധതിയുടെ ഗുണം ലഭിക്കും. നിലവിൽ വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ എന്നിവയ്ക്ക് പുറമെ വിവിധ സർവീസ് പെൻഷനുകൾ, കുടുംബ പെൻഷൻ, EPF പെൻഷൻ എന്നിവ കൈപ്പറ്റുന്നവർക്കും ഈ പദ്ധതി പ്രകാരം ആനുകൂല്യം ലഭിക്കില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ സ്ഥിരമായ കരാർ അടിസ്ഥാനത്തിലോ ജോലി ചെയ്യുന്നവരെയും ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ksmart.lsgkerala.gov.in എന്ന വെബ്സൈറ്റ് മുഖേന തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ നൽകേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നവർ പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ്, ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഹാജരാക്കണം. ഇവ ലഭ്യമല്ലാത്തവർക്ക് മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റും ഉപയോഗിക്കാവുന്നതാണ് എന്ന് തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, IFSC കോഡ്, ആധാർ വിവരങ്ങൾ എന്നിവയും അപേക്ഷയോടൊപ്പം സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അപേക്ഷകർ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ് വുമൺ വിഭാഗത്തിൽപ്പെട്ടവരായ കേരളത്തിലെ സ്ഥിര താമസക്കാരായ ആളുകൾ ആയിരിക്കണമെന്നും നിർബന്ധമുണ്ട്. അപേക്ഷയോടൊപ്പം സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവനയും ഉൾപ്പെടുത്തണം. ആനുകൂല്യം ലഭിക്കുന്നവർ സാമൂഹ്യക്ഷേമ പെൻഷന് സമാനമായി എല്ലാ വർഷവും ആധാർ അധിഷ്ഠിതമായി വാർഷിക മസ്റ്ററിംഗ് നടത്തണമെന്നും നിർദ്ദേശമുണ്ട്. ഗുണഭോക്താവ് മരണപ്പെട്ടാൽ ആനുകൂല്യം അവകാശികൾക്ക് കൈമാറാൻ വ്യവസ്ഥ ചെയ്തിട്ടില്ല. ഗുണഭോക്താവ് 1 മാസമോ അതിൽ അധികമോ ജയിൽ ശിക്ഷ അനുഭവിക്കുകയോ റിമാൻഡ് ചെയ്യപ്പെടുകയോ ചെയ്താൽ ആ കാലയളവിൽ ധനസഹായം തടസ്സപ്പെടും. തെറ്റായ വിവരങ്ങൾ നൽകി ആനുകൂല്യം കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ 18% പലിശ സഹിതം തുക തിരിച്ചു നൽകേണ്ടി വരുമെന്നാണ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തെറ്റായ വിവരങ്ങൾ ആരും നൽകരുത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ക്ഷേമ പെൻഷൻ 2000 രൂപയാക്കി ഉയർത്തിയതിനൊപ്പമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും പ്രഖ്യാപിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ തുടർ നടപടികൾ തടസ്സപ്പെട്ടു. ഇതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം പിൻവലിക്കപ്പെട്ടതിന് പിന്നാലെ നടപ്പിലാക്കാനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതേസമയം തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ്റേതെന്ന പേരിൽ പലയിടത്തും ഒരു അപേക്ഷാ ഫോം വിതരണം ചെയ്യപ്പെട്ടിരുന്നു. ഇത് വ്യാജമാണ് എന്ന് അന്നുതന്നെ സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിശദീകരണം നൽകുകയും ചെയ്തതാണ്.